ഹലോ ഗൈസ്, ഒരു കളിയിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്പേഴ്സ് എഴുതാനും വായിക്കാനും ഐഡന്റിഫൈ ചെയ്യാനും പഠിപ്പിച്ചാലോ? ഇതുപോലെ 5 റോസും 5 കോളംസുമായിട്ട് ഒരു ബോക്സ് വരയ്ക്കുക. അവിടെ റാൻഡമായിട്ട് 1 to 25 വരെയുള്ള നമ്പേഴ്സ് എഴുതാൻ കുട്ടികളോട് പറയുക. ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് 1 to 25 എഴുതാനായിരിക്കും നല്ലത്. എന്നിട്ട് ബിങ്കോ എന്ന് വലുതായിട്ട് ആ പേപ്പറിൽ എഴുതാം. ഇനി എത്ര പ്ലെയേഴ്സ് വേണോ ഇതിൽ കളിക്കാം. പക്ഷേ ഞാനിവിടെ പറയുന്നത് പ്ലെയർ 1 ആൻഡ് പ്ലെയർ 2 രണ്ട് പ്ലെയേഴ്സ് ഉണ്ട്. രണ്ട് പ്ലെയേഴ്സിൻ്റെ കയ്യിലും ഇതുപോലെ റാൻഡമായിട്ട് എഴുതിയ 1 to 25 വരെ എഴുതിയ ഒരു ബോക്സ് ഉണ്ടായിരിക്കണം. ഓരോരുത്തരും റാൻഡമായിട്ട് നമ്പർ പറയുന്നു, അതിങ്ങനെ രണ്ടുപേരും വെട്ടുന്നു. ഇപ്പം 19 ആണ് ഒരാൾ പറയുന്നെങ്കിൽ രണ്ടുപേരുടെ പേപ്പറിൽ 19 വെട്ടുന്നു. മെയിൻ എയിം എന്ന് പറഞ്ഞാൽ കുട്ടികളോട് വെട്ടാൻ പറയുമ്പോഴത്തേക്കും അവരിങ്ങനെ ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ അല്ലെങ്കിൽ ഡയഗണലായിട്ടോ വെട്ടാൻ പറ്റുന്ന രീതിയിൽ നമ്പേഴ്സ് പറയണം. അപ്പോൾ എങ്ങാനും ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ അല്ലെങ്കിൽ ഡയഗണലോ ആയിട്ട് ഇങ്ങനെ വെട്ടുവാണെങ്കിൽ അപ്പോൾ തന്നെ ഓരോ ലെറ്റേഴ്സ് ആയിട്ട് വെട്ടാം. ഇങ്ങനെ വെട്ടി ആദ്യം BINGO വെട്ടുന്ന ആൾ ജയിക്കും. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കളിക്കാൻ. ഹലോ ഗൈസ്, ഒരു കളിയിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്പേഴ്സ് എഴുതാനും വായിക്കാനും ഐഡന്റിഫൈ ചെയ്യാനും പഠിപ്പിച്ചാലോ? ഇതുപോലെ 5 റോസും 5 കോളംസുമായിട്ട് ഒരു ബോക്സ് വരയ്ക്കുക. അവിടെ റാൻഡമായിട്ട് 1 to 25 വരെയുള്ള നമ്പേഴ്സ് എഴുതാൻ കുട്ടികളോട് പറയുക. ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് 1 to 25 എഴുതാനായിരിക്കും നല്ലത്. എന്നിട്ട് ബിങ്കോ എന്ന് വലുതായിട്ട് ആ പേപ്പറിൽ എഴുതാം. ഇനി എത്ര പ്ലെയേഴ്സ് വേണോ ഇതിൽ കളിക്കാം. പക്ഷേ ഞാനിവിടെ പറയുന്നത് പ്ലെയർ 1 ആൻഡ് പ്ലെയർ 2 രണ്ട് പ്ലെയേഴ്സ് ഉണ്ട്. രണ്ട് പ്ലെയേഴ്സിൻ്റെ കയ്യിലും ഇതുപോലെ റാൻഡമായിട്ട് എഴുതിയ 1 to 25 വരെ എഴുതിയ ഒരു ബോക്സ് ഉണ്ടായിരിക്കണം. ഓരോരുത്തരും റാൻഡമായിട്ട് നമ്പർ പറയുന്നു, അതിങ്ങനെ രണ്ടുപേരും വെട്ടുന്നു. ഇപ്പം 19 ആണ് ഒരാൾ പറയുന്നെങ്കിൽ രണ്ടുപേരുടെ പേപ്പറിൽ 19 വെട്ടുന്നു. മെയിൻ എയിം എന്ന് പറഞ്ഞാൽ കുട്ടികളോട് വെട്ടാൻ പറയുമ്പോഴത്തേക്കും അവരിങ്ങനെ ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ അല്ലെങ്കിൽ ഡയഗണലായിട്ടോ വെട്ടാൻ പറ്റുന്ന രീതിയിൽ നമ്പേഴ്സ് പറയണം. അപ്പോൾ എങ്ങാനും ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ അല്ലെങ്കിൽ ഡയഗണലോ ആയിട്ട് ഇങ്ങനെ വെട്ടുവാണെങ്കിൽ അപ്പോൾ തന്നെ ഓരോ ലെറ്റേഴ്സ് ആയിട്ട് വെട്ടാം. ഇങ്ങനെ വെട്ടി ആദ്യം BINGO വെട്ടുന്ന ആൾ ജയിക്കും. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കളിക്കാൻ.